മൈ ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു നല്ല ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായിട്ട് വന്നിരിക്കുകയാണ്. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഒരു നന്നായിട്ട് പഴുത്ത ഒരു മാമ്പഴം, പിന്നെ 2 കപ്പിൽ പാല് വെച്ചിട്ടുണ്ട്, കാച്ചിയ പാലാണ്. പിന്നെ 1 കപ്പ് ആ പാലെടുത്ത പോലത്തെ അതേ കപ്പ്, ആ കപ്പിന് 1 കപ്പ് അവലും മലരും കൂടെ മിക്സ് ചെയ്തതാണിത്. അത് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, അവൽ കൂടുതലും കുറച്ച് മലരും അത്ര മതി. പിന്നെ ഇതിനാവശ്യത്തിനുള്ള പഞ്ചസാര വെച്ചിട്ടുണ്ട്. പഞ്ചസാര വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. നമുക്ക് നോക്കാം. നമ്മളിവിടെ എടുത്തു വെച്ച അവലും മലരും കൂടെ മിക്സഡായിട്ടുള്ളത് അല്ലേ, അത് ഞാനൊരു മിക്സറെ ജാറിലോട്ട് ഇടുകയാണ്. നമുക്കൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. ഈ മലരും പൊടിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു ചെറിയ തരി കിടക്കുന്നത് മലരാണ്. അങ്ങനെ ചെറിയ തരികളായിട്ട് കിടക്കും, നന്നായിട്ട് പൊടിഞ്ഞു കിട്ടൂല. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആവശ്യത്തിനനുസരിച്ചിടാം. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നിറച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. നമ്മൾ ഈ ജാറിലോട്ട് അതായത് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. പഞ്ചസാര കൂടെ കിട്ടപ്പോൾ കുറച്ചും കൂടെ പൊടിഞ്ഞ് കിട്ടി. അതിലോട്ട് നമുക്ക് ഈ മാമ്പഴം മുറിച്ചിടാം. ചെറുതായിട്ട് നുറുക്കിയിടാം. ഇങ്ങനെ മുഴുവനും നുറുക്കിയിടാം. ഇതിൻ്റെ ഈ മാംസമുള്ള ഭാഗം മാത്രമേ എടുക്കാൻ പാടുള്ളൂ, അണ്ടി നമുക്ക് തിന്നാം. ഇത് നമ്മളിതിനകത്ത് അരിഞ്ഞിട്ടു. ഇനി നമുക്കിത് ഒന്ന് അടിച്ചുകൊണ്ട് വരാം. നമ്മളിവിടെ അടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. നമ്മൾ കുറച്ച് പാല് 2 കപ്പിൽ എടുത്ത് വെച്ചിരുന്നല്ലോ, കാച്ചിയ പാലാണ്, അത് ഇതിലോട്ട് ഒഴിക്കുകയാണ്. അവലും മലരും എടുത്ത അതേ കപ്പിൽ അതേ അളവിലാണ് പാലെടുത്തിരിക്കുന്നത്. നമുക്ക് ഇത് ഒന്ന് അടിച്ചുകൊണ്ട് വരാം. നമ്മളിതിവിടെ എല്ലാം കൂടെ മിക്സിയിൽ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ലൂസായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാം, പക്ഷേ ഇതിൻ്റെ ഈ വിഭവത്തിന് ഇതാണ് ഇതിൻ്റെ കറക്റ്റ്. 9 മണി വരെ അടിച്ചു. ഇത് നോക്കാം, നമുക്ക് എങ്ങനെ ഇട്ടെന്ന് നോക്കണ്ടേ. നല്ല സ്വാദം. ഈ മാമ്പഴവും അവലും മലരും പാലും ഒക്കെ ഇട്ടുണ്ടാക്കിയ വിഭവം ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ. അടിപൊളിയാണ്, നല്ല ഹെൽത്തിയും കൂടെ അല്ലേ ഇത്. നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല. അതിൽ പഞ്ചസാര ചേർത്തൊന്നുമില്ല. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് തേനോ കൽക്കണ്ടോ അല്ലെങ്കിൽ ശർക്കരയും ചേർക്കാം. അപ്പോൾ ഇച്ചിരി കളർ മാറിപ്പോകും ശർക്കര ചേർക്കുമ്പോൾ. പാലൊഴിച്ചതുകൊണ്ടാണ് ഞാൻ ശർക്കര ചേർക്കാത്തത്. തേങ്ങാപ്പാൽ ഒഴിക്കാം പകരം, അപ്പോൾ ശർക്കര ചേർക്കാം. നല്ല സ്വാദാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, നമുക്കും ഇഷ്ടപ്പെടും, വലിയവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.